ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. നമുക്കിടയിൽ പലരും ഇൻട്രോവേർട്ടുകളാണ്. പലരും അപകർഷതാബോധം അനുഭവിക്കുന്നവരാണ്. തനിക്ക് സൗന്ദര്യമില്ല, തന്റെ ശബ്ദത്തിന് മാധുര്യം പോരാ, തനിക്ക് ഉയരം പോരാ, പലവിധ മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി 5 അടി 2 ഇഞ്ച് മാത്രമാണ് ഉയരമുണ്ടായിരുന്നത്. ലിറ്റിൽ മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളെക്കാൾ ഉയരമുള്ള വലിയ വലിയ നേതാക്കളുമായി ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറില്ലേ? അദ്ദേഹം കൂളായി പറഞ്ഞു, ഞാൻ എന്തിനാണ് വിഷമിക്കേണ്ടത്? കാരണം എത്ര ഉയരമുള്ള ആളാണെങ്കിലും എന്റെ മുമ്പിൽ കൈ തരണമെങ്കിൽ, എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരണമെങ്കിൽ അദ്ദേഹം ഒന്ന് കുനിഞ്ഞേ തീരൂ. അത്തരം ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ കുറവുകളൊന്നും ഒരിക്കലും കുറവുകളല്ല. അതെല്ലാം നമുക്കുള്ള പോസിറ്റീവായി നമുക്ക് സ്വീകരിക്കാൻ നാം തന്നെ ആദ്യം തയ്യാറാവണം. നമുക്കറിയാം EMS വിക്കിയാണ് സംസാരിക്കുക. പക്ഷെ ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രവിക്കാൻ എത്ര പേരാണ് ഒരുമിച്ച് കൂടിയത്? മറ്റുള്ള പ്രാസംഗികരെ പോലെ വളരെ ഒഴുക്കോടെ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും കഴിവുകൾ. അവരുടേതായ വ്യത്യസ്തതയാണത്. അത് വ്യതിരിക്തതയാണ്. അതൊരു തന്മയത്വമാണ്. ഓരോർക്കും ഓരോ വ്യത്യസ്തമായ കഴിവുകളും ശബ്ദങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാവും. അതെല്ലാം അവരാണ് ആദ്യം ഉൾക്കൊള്ളേണ്ടത്. അവർ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ജീവിതത്തിന്റെ ഉയർച്ചയിൽ അവരുടെ ആ കാഴ്ചപ്പാട് വലിയ പങ്കുവഹിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.